ഹായ് ഗൈസ്, എക്സ്ട്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു മരാമത്ത് പണിയാണ്. എന്താണെന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ വീട്ടിലെ വാട്ടർ ഹീറ്റർ. എയോ സ്മിത്തിൻ്റെ വാട്ടർ ഹീറ്ററാണ്. 3 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്ററാണ്. അപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടറിയാം, ഇവിടെ ഫുള്ള് തുരുമ്പിച്ചിരിക്കാം. അത് നമുക്കൊന്നും ചെയ്യാൻ നിർത്തിയില്ല. പക്ഷേ ഇതെന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സാധനം ഓണാവണില്ല. ഓക്കെ, അപ്പം എന്താണ്, എങ്ങനെയാണ് ഇത് ട്രബിൾ ഷൂട്ട് ചെയ്യണേ, നമുക്കിത് ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, വാട്ടർ ഹീറ്ററിൻ്റെ മെയിനായിട്ട് വരുന്ന 2-3 സാധനങ്ങളുണ്ട്. ഇത് രണ്ടുമാണ്. ഈ 2 സാധനമാണ് നമ്മുടെ കോയിൽ എന്ന് പറയുന്നത്. ഹീറ്റിംഗ് എലമെൻറ്റ് തന്നെ ഇതിൻ്റെ അകത്താണ്. അത് പ്രിട്ടി നല്ല ഷേപ്പിലാണ് വരുന്നത്. പക്ഷേ അത് ഈ സാധനം കണ്ടോ, ഇതിൻ്റെ അകത്ത് വെള്ളം കയറി തുരുമ്പിച്ച മാതിരി ഒരു ഇത് വരുന്നുണ്ട് കണ്ടോ. ഇത് വരുന്നത് റീസെറ്റ് ബട്ടണാണ്. റീസെറ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ, അതായത് ഇതിൻ്റെ അകത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ ഇത് ഒരു 70 ഡിഗ്രി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരും, പോപ്പപ്പ് ആവും. പിന്നെ അത് തള്ളി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും വെള്ളം ചൂടാവുള്ളൂ. അപ്പോൾ ഇതൊരു റീസെറ്റ് മെക്കാനിസം ഉള്ളൊരു എന്താ പറയുക, തെർമൽ കൺട്രോളാണ്. തെർമൽ കൺട്രോളല്ലോ, അതിനെന്താ പറയുക, തെർമോസ്റ്റാറ്റാണ്. തെർമോസ്റ്റാറ്റ് ഇത് വന്നത്, ഇതും വോൾട്ടേജ് പോട്ടെ, ഇതും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണതാണ്. ഇതിപ്പോൾ സെറ്റ് ചെയ്തേക്കണം 55-ലാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനം പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിങ്ങനെ പുറത്തേക്ക് വരും, ഇത് പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പം നമുക്കൊന്ന് നോക്കാം ഇതെന്താ സംഭവിക്കണം എന്നുള്ളത്. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ഊരി നോക്കാം. ഗൈസ്, ഇത് ഊരിയെടുക്കൽ സിമ്പിളാണ്. നമ്മൾ ഒരു ടെസ്റ്റർ എടുക്കുക. ടെസ്റ്റർ എടുത്തിട്ട് ഈ സൈഡ് സ്ക്രൂ ഉണ്ട്, അത് ഊരുക. ഈ സൈഡ് സ്ക്രൂ ഉണ്ട്, അത് ഊരുക. രണ്ട് വയറ് പിടിപ്പിക്കുക. അതിനുശേഷം ഈ സാധനം വെറുതെ ഇപ്പോൾ ഗൈസ്, ഇതാണ് സാധനം. ഉണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വോൾട്ടേജും പോട്ടെ, തെർമോസ്റ്റാറ്റിൻ്റെ ഇതിപ്പോൾ 55-ലാണ് കിടക്കണേ. നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം, ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ഗൈസ്, പരിപാടിയിലേക്ക് കിടക്കണമെങ്കിൽ തന്നെ നിങ്ങളിത് 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അതുമാതിരി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഫേസ്ബുക്ക് പേജ് വരുന്നത് സത്യാസ് അഴിച്ചുപണി എന്നാണ്. ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ വരുന്നത് അഴിച്ചുപണി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റിപ്പയറിന് വേണ്ട ടൂൾസ്, ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറും ഒരു ചെറിയ കഷ്ണം സാൻഡ് പേപ്പർ. ഇത് P320 എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സാൻഡ് പേപ്പറാണ്. അപ്പോൾ പരിപാടിയിലേക്ക് കിടക്കാം. ഗൈസ്, തെർമോസ്റ്റാറ്റ് നമ്മൾ ഊരുകയാണ്. ഈ തെർമോസ്റ്റാറ്റിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ ഒരു ഇൻസുലേഷൻ അല്ല, ക്ലിയർ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ നമ്മുടെ പോയിൻ്റർ വഴിമാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഊരിൽ സിമ്പിളാണ്. ഇതിൻ്റെ സൈഡിൽ 2 ലാച്ചുണ്ട്. ഇത് കണ്ടത്, ഇവിടെ ഒരു ലാച്ചുണ്ട്, അത് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിക്കുക. ഇപ്പുറത്തും ഒരു ലാച്ചുണ്ട്, അതും സ്ക്രൂ ഡ്രൈവർ ഇട്ട് വെറുതെ തിക്കിയതിന് ശേഷം ഒന്നിങ്ങനെ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുറന്നു വരും. ഇപ്പുറത്തും സെയിം തന്നെ. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ഇപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ ഇറക്കുക. ആഹാ, കാണാൻ പറ്റുമെന്ന് പറഞ്ഞോളാം നിങ്ങൾക്ക്. ഇത് ഫുള്ള് തുരുമ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഫുള്ള് തുരുമ്പിച്ചിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഗൈസ്, നമ്മുടെ ഈ ചെറിയ സാൻഡ് പേപ്പർ P320 എന്ന് പറഞ്ഞ ഗ്രേഡാണ്, ഏറ്റവും ചെറുതാണിത്. സാൻഡ് പേപ്പർ ഇട്ട് നമുക്ക് ഇതിൻ്റെ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റും. കോണ്ടാക്റ്റ് തമ്മിൽ വന്ന് ഇതിൻ്റെ ഇടയിലായിരിക്കും, ഇവിടെ ആയിരിക്കും ശരിക്കും വരുന്നത്. നമുക്ക് അവിടം വരെ എത്താൻ പറ്റില്ല. എന്നാലും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നണത് ഇതിൽ നിന്ന് ചൂട് വലിക്കും. ഇത് നമ്മുടെ വെള്ളത്തിൽ മുട്ടിയാണ് നിൽക്കുന്നത്. ഇത് വെള്ളം ചൂടാകുമ്പോൾ ഇതും ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ വരുന്ന
ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയ ഇത് വരുന്നുണ്ട്, ഒരു കണക്ടർ. ഹീറ്റ് വരുമ്പോഴത്തേക്ക് ഈ സാധനം താഴത്തേക്ക് വലിക്കും. കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ താഴത്തേക്ക് വലിക്കും. വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ സ്ക്രൂ ഈ കോണ്ടാക്റ്റായിട്ട് മുട്ടാണ്ടാവും. അങ്ങനെ അത് മൊത്തത്തിൽ ഡിസ്കണക്റ്റ് ആവും. അങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പോയി കിടക്കുന്നത് കൊണ്ട് എനിക്കിത് റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ക്ലീൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗൈസ് ഇതിപ്പോൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇതേമാതിരി തന്നെ വേറെ 2 ഞാൻ മേടിച്ചിട്ടുണ്ട്. 125 രൂപ എങ്ങാണ്ടാണ് ഇതിൻ്റെ വില. 120 രൂപയാണ് എൻ്റെ വില. അപ്പോൾ ഇത് ഞാൻ എറണാകുളം വളഞ്ഞമ്പലത്തുള്ള പാൻ ഏജൻസീസിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു ഡയലും, അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ ഡയലും മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന 2 സാധനത്തിൽ പുഷ് സ്വിച്ച് ഉണ്ട്, റീസെറ്റ് സ്വിച്ച് ഉണ്ട്. കണ്ടോ, ഇതിന് റീസെറ്റ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇപ്പോൾ ഈ സാധനം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റീസെറ്റ് കട്ടായാൽ നമുക്ക് പിന്നെ ഹീറ്റർ ഓഫ് ചെയ്തിട്ടൊക്കെ ഹീറ്റർ തുറന്നിട്ടൊക്കെ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് പിന്നെ ഞാനിത് യൂസ് ചെയ്യാണ്ട് തൽക്കാലത്തേക്ക് വെക്കണം. പക്ഷേ എന്നാലും ഇതിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് എനിക്ക് തോന്നണില്ല യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഇത് കണ്ടോ, അത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ദ്രവിച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ ഐറ്റം ഇത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ദ്രവിച്ച് നാശമായിട്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നണില്ല ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്നത്. വേണ്ട, നമുക്കിത് റീയൂസ് ചെയ്യണ്ട, പുതിയത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യലും ഇതേമാതിരി തന്നെയാണ്. നമ്മൾ പുതിയ ഇതെടുക്കുക, ഇതെടുത്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതിൻ്റെ അകത്തൊരു ലോക്ക് ഉണ്ട് കണ്ടോ, ഈ അലൂമിനിയത്തിൻ്റെ ഒരു ലോക്കുണ്ട് ഇവിടെ. ഈ അലൂമിനിയത്തിൻ്റെ ലോക്ക് ഈ വാളുമ്മ പിടിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കേസല്ല. അപ്പം പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യണത് വെറുതെ വെക്കുക, കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം കോണ്ടാക്ട് ടൈറ്റ് ചെയ്താൽ മതി. രണ്ടാമത്തേത് ഇവിടെ ഉണ്ട്. ഓക്കെ, ബേസിക്കലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കൂടെ കണക്ഷൻ വരുന്നുണ്ട്. കണക്ഷൻ വന്നിട്ട് മെയിൻ ഫേസ് വയർ വരുന്നത് ഇത് എർത്ത്, ഇത് ന്യൂട്രൽ. ഫേസ് വയർ വരുന്നു, നേരെ തെർമോസ്റ്റാറ്റിക് കയറുന്നു. ഫസ്റ്റ് റീസെറ്റ് തെർമോസ്റ്റാറ്റിക് കയറുന്നു. അതിൽ കൂടെ ഇത് 70 ഡിഗ്രി ചൂട് വരെ എത്തുമ്പോഴത്തേക്കാണ് ഈ സാധനം കട്ടാവണേ. അത് കഴിഞ്ഞിട്ട് 80 ഡിഗ്രിയിലും താഴെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ പവർ വരും. പവർ വന്നിട്ട് ഇതിലേക്ക് വരും. ഇത് വന്നിട്ട് ഇത് ഓൺ ആയതിനു ശേഷം മാത്രമാണ് ഹീറ്റിംഗ് എലമെൻറ്റിലേക്ക് വരുന്നത്. അപ്പം ഈ സാധനം നേരത്തെ കംപ്ലീറ്റ് ഡാമേജ് ആയിരുന്നു. നമ്മുടെ ഇത് കണ്ടോ, കംപ്ലീറ്റ് നനഞ്ഞ് ഡാമേജ് ആയിട്ടിരിക്കുമായിരുന്നു. നമ്മളത് മാറ്റി പുതിയ ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇത് രണ്ടുമാണ് നമ്മുടെ എന്താ പറയുക, ഇൻഡിക്കേറ്റർ ബൾബ്. വർക്ക് ചെയ്യണമെങ്കിൽ അത് രണ്ടും ഓൺ ആവണം. ഇതിൻ്റെ പ്ലഗ് ഞാനതിവിടെ ജസ്റ്റ് ഒരു ചെറിയ എക്സ്റ്റൻഷൻ ബോർഡിൽ കുത്തി നോക്കുകയാണ്. റെഡി, ഓൺ ചെയ്യാം. ഉണ്ടോ, ഇവിടെ 2 ലൈറ്റും കത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വാട്ടർ ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പഠിച്ച 2-3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ വാട്ടർ ഹീറ്റർ മേടിച്ചാൽ ഉടനെ തന്നെ അതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊന്നും നോക്കേണ്ട കേസില്ല. ഓക്കെ, കാരണം ഇത് ഞാൻ മേടിച്ചത് 2013 മേടിച്ചതാണ്. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ മേടിച്ചതാണ്. ഇപ്പോൾ 2019, ഇത്രയും കൊല്ലം ഒരു പ്രശ്നമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് അടിച്ചു പോയത്. ഓക്കെ, പക്ഷേ ഞാൻ 2013 ഇതൊന്ന് തുറന്ന് നോക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ പർട്ടിക്കുലർ സാധനം ഇതിൻ്റെ പ്ലഗ് മേടിച്ച ഉടനെ തന്നെ ഊരിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സംഭവം കണ്ടിട്ട്, അതായത് ഇതിൻ്റെ പർട്ടിക്കുലർ സംഭവം കണ്ടിട്ട് ഞാനിവിടെ കുറച്ച് ഹീറ്റ് റെസിസ്റ്റൻറ്റ് പെയിൻറ്റ് അടിക്കണം.
ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഹീറ്റ് റെസിസ്റ്റൻറ്റ് പെയിൻ്റ് അടിച്ചിരുന്നെങ്കിൽ ഇതിങ്ങനെ തുരുമ്പിക്കില്ലായിരുന്നു. ഇതിനെയും കുറേ നാളും കൂടെ ഓടിയാണ്. ഇതിപ്പോൾ മാക്സിമം ഇനി 1-2 കൊല്ലം കൂടെ ഇത് മാക്സിമം ഓടുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സീല് പൊട്ടും. സീല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത്ര നാളും കൂടെ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാം. അപ്പം പുതിയതായിട്ട് വാട്ടർ ഹീറ്റർ മേടിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കവർ ഊരി കഴിഞ്ഞിട്ട് ഈ പർട്ടിക്കുലർ ലിഡ് ഒന്ന് മര്യാദയ്ക്ക് പ്രൈം ചെയ്തിട്ട് ഒരു സാധാരണ സ്പ്രേ പെയിൻറ്റ് മേടിച്ചാൽ മതി. 100 രൂപ 150 രൂപ ആവുള്ളൂ. അത് മേടിച്ചിട്ട് ഈ പർട്ടിക്കുലർ കംപ്ലീറ്റ് സാധനങ്ങളൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലോങ് റണ്ണിന് ഇതാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇതുണ്ടോ, തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവാണ് കണ്ടോ. അപ്പം ഇത് കംപ്ലീറ്റ് പൊടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് പെയിൻറ്റ് ചെയ്താൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കമ്പോണൻസ് എല്ലാം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതൊരു പക്ഷേ പോയത് കൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ വല്ല ലീക്കും വന്നിട്ടായിരിക്കണം ഈ പർട്ടിക്കുലർ സാധനം അടിച്ചു പോയത്. അപ്പം നോക്കാനുള്ള ഇത്രേ ഉള്ളൂ. ജസ്റ്റ് പുതിയത് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കവർ ഊരി ഒന്ന് പെയിൻ്റ് അടിച്ച് വെച്ചേക്കാം. വാറൻറ്റി ഒന്നും ആവശ്യമില്ല, കാരണം ഇതിൻ്റെയൊക്കെ പാർട്സിന് ഇത്രയൊക്കെ വിലയുള്ളൂ. അപ്പോൾ ഗൈസ് ഇത് ഫിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് അലൈൻ ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, ഈ കാണുന്നത് റീസെറ്റ് സ്വിച്ചാണ്. ഇത് അതിൻ്റെ അകത്ത് പോയി നമ്മുടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന റീസെറ്റ് സ്വിച്ചാണ് കാണുന്നത്. അതുമ്മ പോയി പ്രസ് ആവണം. ആ രീതിയിൽ അലൈൻ ചെയ്യുക. അതിന് ശേഷം സ്ക്രൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ബാക്കിൽ 2 സ്ക്രൂ ഇടാനുണ്ട്. അതുമാത്രമല്ല ഈ ക്ലാമ്പാണ് നമ്മൾ ഭിത്തിയിൽ പിടിപ്പിക്കണം. അപ്പോൾ ഇത് നമുക്കിടണം. നമുക്ക് ആദ്യം പിടിപ്പിക്കാം. അപ്പോൾ ഗൈസ് ഇനി ഫൈനലി നമുക്ക് ഇതിൻ്റെ ലിഡ് ഇടുന്നത് വളരെ സിമ്പിളാണ്. 2 സ്ക്രൂവേ ഉള്ളൂ. അപ്പം ഈ ഗ്രീനിൻ്റെ അവിടെ നമുക്ക് ഗ്രീനിൻ്റെ ലൈറ്റ് ഇടണം, റെഡിൻ്റെ അവിടെ ഹീറ്റിങ്ങിൻ്റെ ലൈറ്റ് ഇടണം. അതിനുശേഷം ഇത് വളരെ നൈസായിട്ട് ക്ലോസ് ചെയ്താൽ മതി. ഇതിൻ്റെ മൂട്ടിലെ സ്ക്രൂ നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ടോപ്പിലും ഒരു സ്ക്രൂ ഉണ്ട്. നമുക്കിതൊന്ന് മര്യാദയ്ക്ക് തുടച്ചതിന് ശേഷം നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത് സാധനം റിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ നനഞ്ഞാൽ കുഴപ്പമില്ലാത്ത സ്ഥലത്ത് നിന്ന് വേണം റിപ്പയർ ചെയ്യാൻ. കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും. പിന്നെ വേറെ കേസ്, ഇത് ഡയറക്റ്റ് കുത്തി പിടിച്ച് കഴിഞ്ഞാൽ വെള്ളം വരില്ല. വെള്ളം വരണമെന്നുണ്ടെങ്കിൽ ഇതൊരു സൈഡിലേക്ക് ചരിച്ച് പിടിക്കണം. ചരിച്ച് പിടിച്ചാലാണ് ഇതിൽ നിന്ന് വെള്ളം വരുള്ളൂ. അപ്പം ഒരു മുഴുവൻ വെള്ളമൊന്നും വന്നിരിക്കില്ല. ഒരു 3/4 ഭാഗം വെള്ളം ഒക്കെ വരും. അപ്പം ഇതിങ്ങനെ കണ്ട, ഇങ്ങനെ ചരിച്ച് വേണം വെള്ളം കളയാനായിട്ട്. ഇത്രേ ഉള്ളൂ. ഇതിനി നമുക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ നീല കളർ തന്നെയാണ് കോൾഡ് വാട്ടർ. അപ്പം നമ്മുടെ വീട്ടിലെ വാട്ടർ സപ്ലൈന്ന് ഇതിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നേരെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതേമാതിരത്തെ എന്താ പറയുക ഫിറ്റിങ്സ്, അതായത് ചിലപ്പോൾ ഹാൻഡ് ഷവറിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ വാട്ടർ ഹീറ്ററിൻ്റെ കണക്ഷൻ ആയിരിക്കാം. അതേമാതിരത്തെ കണക്ഷനുകളിൽ ഇതേമാതിരത്തെ പൈപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സ്റ്റെൻഡറോ അങ്ങനെ എന്ത് എക്സ്റ്റെൻഡർ എന്നാണ് നമ്മൾ പറയുന്നത്, എനിക്ക് കറക്റ്റ് അറിഞ്ഞിട്ട് എന്താണ്. ഇതിൻ്റെ അകത്ത് ഇതേമാതിരി ഒരു വാഷർ ഉണ്ടാവും. അത് എപ്പോഴും കളയാണ്ട് സൂക്ഷിച്ച് വയ്ക്കുക. കളഞ്ഞ് പോയി കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടും. എത്ര 50 പൈസ സംതിങ് ഉള്ളൂ, 2-3 മാറ്റം. കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലീക്ക് വരും. അപ്പോൾ ഈ സാധനം എപ്പോഴും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വാഷർ ഇട്ടിട്ട് ബാക്കിയുള്ളതും കൂടെ ഫിറ്റ് ചെയ്തിട്ട് ഹീറ്റർ ഓൺ ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യാൻ പോകുന്നു. ചൂടാവുണ്ടോ എന്ന് നോക്കാം. മറ്റേത് ഓണായാലും നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ വെള്ളം ചൂടാവുണ്ടോ എന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഗൈസ് നമ്മുടെ വാട്ടർ ഹീറ്റർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് പവർ ലൈറ്റാണ്, ഇത് വരുന്നത് ഹീറ്റിങ്ങിൻ്റെ ലൈറ്റാണ്. ഇനി വെള്ളം ചൂടാവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അഴിച്ചു നോക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ കറണ്ട് എന്നാണ് നോക്കുന്നത്. ടെസ്റ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇത് ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്ററാണ്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഉണ്ടോ 52 ഡിഗ്രി ഇപ്പോൾ വെള്ളത്തിന് ചൂടുണ്ട്. നിങ്ങൾക്ക് നോക്കിയറിയാം 52 ഡിഗ്രി വെള്ളത്തിന് ചൂട് വരുന്നുണ്ട്. നമ്മുടെ വാട്ടർ ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇത് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്ത വീഡിയോ അല്ല. നമ്മുടെ വീട്ടിൽ ഇതേമാതിരി ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കേടായി വരുമ്പോഴത്തേക്കും നമ്മളത് ഫിക്സ് ചെയ്യാനിരിക്കുമ്പോഴാണ് നമുക്ക് എന്നാൽ പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചത് വന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. അതേ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.